Hi dear students, welcome back to Xylem Learning. അബ്ദുള്ള സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വാട്ട് ഈസ് ഡെമോക്രസി ആൻഡ് വൈ ഡെമോക്രസി എന്നുള്ള പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ എല്ലാ മക്കളും കൃത്യമായി കാണുക കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും നമ്മൾ ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ വീണ്ടും വരുന്നതാണ്. ആദ്യം തന്നെ പറയാനുള്ളത്, ആരെങ്കിലൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻ സെഷനിലേക്ക് കടക്കാം. എല്ലാവർക്കും ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നത് ത്രൂ ഔട്ട് കാണുക. ഐ തിങ്ക് നമ്മളൊരു 5-6 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡെമോക്രസി ഈസ് ബേസ്ഡ് ഓൺ കൺസൾട്ടേഷൻ ആൻഡ് ഡിസ്കഷൻ. എക്സ്പ്ലെയിൻ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഗവൺമെൻറ്റുകളെ കുറിച്ച് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡെമോക്രസി എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡെമോക്രസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും ഡെമോക്രസിയെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറേ അധികം ആർഗ്യുമെൻറ്റ്സ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. അതിൻ്റെ കുറേ അധികം നെഗറ്റീവ് സൈഡ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, ഡെമോക്രസി ഈസ് ബേസ്ഡ് ഓൺ കൺസൾട്ടേഷൻ ആൻഡ് ഡിസ്കഷൻ. ഡെമോക്രസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡെമോക്രസി എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന്, ഡെമോക്രസിയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത് അല്ലേ. ഡെമോക്രസിയിൽ പീപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ത്രൂ അവരുടെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വേരിയസ് ഡിസ്കഷൻ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, ഇപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പോലെയുള്ള ഗവൺമെൻറ്റുകളാണെങ്കിൽ അവിടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. നമുക്ക് എന്തായാലും ഇതിനെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് ഫസ്റ്റ് നോക്കാം. ഇവിടെ നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും, കൺസൾട്ടേഷൻ ആൻഡ് ഡിസ്കഷൻ ഹെൽപ്പ് ഡെമോക്രസി പ്രോസ്പർ. നമുക്ക് കാണാൻ പറ്റുന്നത് കൺസൾട്ടേഷനും അതുപോലെ ഡിസ്കസും ഡെമോക്രസി കുറച്ചും കൂടി എന്ത് ചെയ്യും, അത് പ്രോസ്പെറസ് ആക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി എന്ത് ചെയ്യും, ഹെൽപ്ഫുൾ ചെയ്യും നമുക്ക് കാണാൻ പറ്റും. ഇനി ഡെമോക്രാറ്റിക് ഡിസിഷൻ ഓൾവേസ് ഇൻവോൾവ്സ് മെനി പേഴ്സൺസ്, ഡിസ്കഷൻസ് ആൻഡ് മീറ്റിംഗ്സ്. ഡെമോക്രസിയിൽ ഒരു ഡിസിഷൻ എടുക്കുന്നത് ആരല്ല, ഒരു സിംഗിൾ പേഴ്സൺ ആണോ? അല്ല. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലോട്ട്സ് ഓഫ് ഡിസ്കഷനും ഡിബേറ്റ്സും അല്ലെ മീറ്റിംഗ്സും ഒക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും എന്ത് ചെയ്യുക, ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് ഡെമോക്രസി എത്തുക. അത് അതിൻ്റെ ഒരു നെഗറ്റീവ് തന്നെയായിട്ട് ഇറ്റ്സ് ബിക്കോസ് ഇത് ഡിലേ ആവുന്നുള്ളത് എന്തുകൊണ്ടാണ്, ഇങ്ങനെ കുറേ അധികം പ്രൊസീജിയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഡെമോക്രസിയിലെ ഓരോ പ്രോജക്റ്റൊക്കെ ആണെങ്കിലും ഡിലേ ആവുന്നതും കുറേ ആളുകൾ ഡെമോക്രസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നതും ഇതൊക്കെ കാരണം തന്നെയാണ്. പക്ഷെ അതൊരു പോസിറ്റീവ് സൈഡാണ് അല്ലേ. ഒരു എന്താ പറയുക, എല്ലാ സൈഡും ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ സൈഡും എന്ത് ചെയ്യും, അത് കൃത്യമായിട്ടും ഡിസ്കസ് ചെയ്തുകൊണ്ട് എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യണം, അക്സെപ്റ്റബിൾ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള എന്തുണ്ടാവും, ഡിസ്കഷനും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എന്തുണ്ടാവും, മീറ്റിംഗ്സും ഒക്കെ കണ്ടക്ട് ചെയ്യും. ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നമ്പർ ഓഫ് പീപ്പിൾ പുട്ട് ദെയർ ഹെഡ്സ് ടുഗദർ, ദേ ആർ ഏബിൾ ടു പോയിന്റ് ഔട്ട് പോസിബിൾ മിസ്റ്റേക്സ് ഇൻ എനി ഡിസിഷൻസ്. അതുപോലെ തന്നെ ആ ഒരു എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ എടുക്കുമ്പോൾ അതിലുള്ള മിസ്റ്റേക്സ് എന്താണ്, അതും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ടും അവിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും, ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിന് സൊല്യൂഷനും എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. ദിസ് റെഡ്യൂസ് ദ ചാൻസസ് ഓഫ് റാഷ് ഓർ ഇറസ്പോൺസിബിൾ ഡിസിഷൻ. ഇതിലൂടെ എന്തുണ്ടാവുന്നുണ്ട്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യും, ഡെമോക്രസി ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ കുറേ ദെയർ ഓൺ ഒപ്പീനിയൻസ് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ പീപ്പിൾസിനും അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പീപ്പിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സൊസൈറ്റിയിലെ എല്ലാ പീപ്പിൾസിനും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എല്ലാ പീപ്പിൾസിനും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോജക്ട്സ് ആയിരിക്കും ഡെമോക്രസിയിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി, ഡിസിഷൻ മേക്കിംഗ് ക്വാളിറ്റി കൂടി ഈ പറയുന്ന ഡിസ്കഷനിലൂടെയും കൺസൾട്ടേഷനിലൂടെയും ഡെമോക്രസിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡെമോക്രസിയിൽ ഡിസ്കഷനും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് പീപ്പിൾസിൻ്റെ കൺസെൻറ്റോട് കൂടിയാണ് അവിടെ എന്ത് വരാം, പീപ്പിൾസ് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓർ റൂളേഴ്സ് വരാം. ഓട്ടോക്രസിയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഡെമോക്രസി കുറച്ചും കൂടി പീപ്പിൾസിൻ്റെ ഓൺ ഗവൺമെൻറ് ആണ്, കുറച്ചും കൂടി നല്ല മോർ നമുക്ക് എന്ത് പറയാൻ പറ്റും, പീപ്പിൾസ് ഓൺ ഗവൺമെൻറ് ആണ് ഡെമോക്രസി നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ഡെമോക്രസി കൺസിഡേർഡ് ആസ് ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെൻറ്? ഗിവ് 3 റീസൺസ്. എന്തുകൊണ്ടാണ് ഡെമോക്രസിയെ ഒരു ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു 3 റീസൺസ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഡെമോക്രസി ഈസ് മോർ അക്കൗണ്ടബിൾ ഫോം ഓഫ് ഗവൺമെൻറ്. ഡെമോക്രസി എന്ന് പറയുന്ന എന്ത് ചെയ്യും, പീപ്പിൾസിനോട് ഈ പറഞ്ഞ പോലെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മോർ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കും ഡെമോക്രസി എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് റൂളേഴ്സ് ഒബ്വിയസ്ലി ആരെക്കുറിച്ച് ബോധേഡാണ്, പബ്ലിക്കിനെ കുറിച്ച് ബോധേഡാണ്. അതർവൈസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. പിന്നീട് അവർക്ക് ഇപ്പോൾ ഞാൻ ഇലക്ഷനിൽ ജയിച്ചു, ഞാനൊരു എന്താ ചെയ്യുക, ഒരു മിനിസ്റ്ററാണ് വിചാരിക്കുക. ഓക്കെ, ഞാൻ മിനിസ്റ്ററാണ് വിചാരിക്കുക. അപ്പോൾ ഞാൻ പീപ്പിൾസിനെ കുറിച്ച് ബോധേഡ് ചെയ്യുന്നില്ല, പീപ്പിൾസിനെ കുറിച്ചൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ എനിക്ക് വേണ്ട പോലെ എന്ത് ചെയ്യാണ്, ഗവേൺ ചെയ്യാണ്. പീപ്പിൾസ് എന്ത് ഡിസൈഡ് ചെയ്യും,
നെക്സ്റ്റ് ടൈമിൽ ഇയാളെ തോൽപ്പിക്കാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക്കൽ റൂളേഴ്സ് ഒബ്വിയസ്ലി എന്താണ് അക്കൗണ്ടബിൾ ആണ്, റെസ്പോൺസിബിൾ ആണ് പബ്ലിക്കിനോട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിവിടെ പറയുന്നത് അക്കൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. എല്ലാ ആളുകൾക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്തരത്തിലുള്ള എന്താ പറയുക ഡിസിഷൻസ് ആയിരിക്കും ഡെമോക്രസിയിൽ മേക്ക് ചെയ്യുക. ദെൻ ഇറ്റ് എൻഹാൻസസ് ദ ഡിഗ്നിറ്റി ഓഫ് സിറ്റിസൺസിൻ്റെ ഡിഗ്നിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഉയർത്തുന്നുണ്ട്. എന്ത് ഡെമോക്രസി എല്ലാവരും ഈക്വലൈസ് ചെയ്യുന്നുണ്ട്, ഈക്വാലിറ്റിക്ക് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ allows us to correct its own mistake. എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡെമോക്രസിയിൽ അതിൻ്റെ മിസ്റ്റേക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു സാധ്യത കൂടി അവിടെ തന്നെ ഉണ്ട്, ഡെമോക്രസിയിൽ തന്നെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റൂളർ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു റൂളർ റോങ് ആയിട്ട് ഡിസൈഡ് ചെയ്താൽ അയാൾ വേണ്ട എന്ന് വെക്കാം, നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ടൈമിൽ അയാൾ തോൽപ്പിക്കാം. ഇങ്ങനെയുള്ള ഇതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്ക് അത് തന്നെ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡെമോക്രസി എന്തുകൊണ്ടാണ് ബെറ്റർ ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുകയാണെങ്കിൽ ഇത് മാത്രമല്ല നമ്പർ ഓഫ് പോയിന്റ്സ് നമുക്ക് കൊടുക്കാം. അല്ല മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 points ആണ് നമ്മളിവിടെ തന്നിട്ടുള്ളത്. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ, നമുക്ക് 3 questions ആണ് എന്നുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 3 difference between democratic country and non-democratic country. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡെമോക്രാറ്റിക് കൺട്രിയും നോൺ ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയുമ്പോൾ ഡെമോക്രാറ്റിക് കൺട്രിയിൽ എന്ത് കാണാൻ പറ്റും, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഇലക്ഷൻ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈച്ച് അഡൽട്ട് സിറ്റിസൺ ഹാസ് എ വോട്ട്. എല്ലാ അഡൽട്ട് സിറ്റിസൺസിനും എന്തുണ്ട്, ഒരു വോട്ട് ഉണ്ട്. ഈച്ച് വോട്ട് ഹാസ് 1 value. എല്ലാ വോട്ടിനും ഒരേ വാല്യൂ തന്നെയാണല്ലോ, അവിടെ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല. ആൻഡ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ആർ ഹെൽഡ്. ഇലക്ഷൻ എങ്ങനെയായിരിക്കും, ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടായിരിക്കും. എല്ലാ ആളുകൾക്കും ഇലക്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, കോൺടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആളുകളും ഇപ്പോൾ റൂളിംഗ് പാർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടി ആണെങ്കിലും അവർക്ക് 2 ആളുകൾക്കും വിന്നിങ്ങിനുള്ളതും അതുപോലെ തന്നെ ലോസിനുള്ളതും ഈക്വൽ പോസിബിലിറ്റി ആണ്. നമുക്ക് കാണാൻ പറ്റും ജയിക്കുക തോൽക്കുക എല്ലാം ഈക്വൽ പോസിബിലിറ്റി ആണ്. ബിക്കോസ് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ ആയിരിക്കും ഡെമോക്രസിയിൽ ഉണ്ടാവുക. ഓക്കെ, ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി. ഇനി നമ്മൾ നോൺ ഡെമോക്രാറ്റിക് കൺട്രീസ് നമുക്ക് നോക്കാം. ഇൻ എ നോൺ ഡെമോക്രാറ്റിക് കൺട്രി ഇലക്ഷൻസ് ഡു നോട്ട് ഓഫർ എ ചോയ്സ് ആൻഡ് ഫെയർ ഓപ്പർച്യൂണിറ്റീസ്. നോൺ ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഇവൺ ഇലക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അവിടെ എന്തില്ല, ഫെയർ ചോയ്സസ് ഇല്ല, അല്ലെങ്കിൽ എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ആർക്ക് നൽകുന്നില്ല, പബ്ലിക്കിന് നൽകുന്നില്ല ആണ്. അതുപോലെ തന്നെ റൂളേഴ്സ് ആർ നോട്ട് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. റൂളേഴ്സ് എന്തല്ല, പീപ്പിൾസ് ആർ ഇലക്ട് ചെയ്യപ്പെടുന്ന പേഴ്സൺസ് അല്ല. റൂളേഴ്സ് ദെയർ ഓൺ എന്ത് ചെയ്യാൻ ഡിക്ലറേഷൻ ആണ്, ഐ ആം ദ കിങ് എന്ന് അവർ തന്നെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഹെറിഡിറ്ററി ആയിട്ട് അയാൾക്ക് കിട്ടുന്ന പവറാണ്. അവിടെ പീപ്പിൾസ് അല്ല അവരുടെ റൂളേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ദെൻ ദ റൂളേഴ്സ് ഹാവ് അൺലിമിറ്റഡ് പവേഴ്സ്. ഈ പറയുന്ന നോൺ ഡെമോക്രാറ്റിക് കൺട്രീസിൽ റൂളേഴ്സിന് അൺലിമിറ്റഡ് പവേഴ്സ് ആണ്. ഡെമോക്രാറ്റിക് കൺട്രീസിലാണെങ്കിലോ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് റൂളേഴ്സ്. പീപ്പിൾസിന് ഡിസൈഡ് ചെയ്യാം അയാൾ എന്തൊക്കെയാണ്, അയാളുടെ പവേഴ്സൊക്കെ കൃത്യമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, കൃത്യമായിട്ടും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാൾക്ക് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ അൺലിമിറ്റഡ് പവേഴ്സ് ആയിരിക്കും ആർക്കും ഉണ്ടാവുക, നോൺ ഡെമോക്രാറ്റിക് കൺട്രിയിൽ റൂളേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ 3 questions ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 questions ആണ്. ഇനിയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുമൊക്കെ അറിയാൻ വരും. അതുപോലെ തന്നെ നമ്മുടെ നിഞ്ച ബാച്ചിൻ്റെ കാര്യം മക്കൾക്ക് എല്ലാവർക്കും അറിയാം. നിഞ്ച ബാച്ചിൽ ഈ ഒരു ചാപ്റ്ററൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാച്ചിൻ്റെ കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇനിയും അഡ്മിഷൻ എടുക്കാത്ത മക്കളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക കേട്ടോ. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, ഓരോ ക്ലാസ്സസ് കഴിയുമ്പോൾ നോട്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നിരവധി ഫീച്ചേഴ്സിനുള്ള ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 2999 രൂപയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഫീസ് വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം മക്കളെ, ഇനിയും ആരെങ്കിലൊക്കെ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് കാണാം. എന്താണ് നിങ്ങളുടെ വീഡിയോസ്, ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ അത് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം മക്കളെ എല്ലാവരും എഴുതുക. താങ്ക് യു ഓൾ, ബൈ.